എന്താണെന്നറിയാമോ? പാല് നമ്മൾ ചിരട്ടേന്ന് ഇങ്ങനെ എടുത്തിട്ട് പാലിങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് വടിച്ചിങ്ങനെ എടുക്കും. അപ്പോൾ അതിങ്ങനെ കയ്യിൽ കുറേ ആവാൻ പറ്റും. ഇതിനി നല്ലോണം കഴുകി എടുക്കണം. തീ എനിക്ക് ഒന്നുമില്ല, അടുപ്പിൽ കത്തിക്കാനോ. ഇതൊരു തരം ചെടിയാണ് കേട്ടോ ഈ സാധനം. പക്ഷെ ഇത് വേലിക്കും കൊള്ളാം. പക്ഷെ ചെറിയ പീസായിട്ടാണെങ്കിൽ ഇത് ചെടിയായിട്ട് ഉപയോഗിക്കാനും. ഇതെല്ലാം നമ്മൾ നോക്കേണ്ടല്ല. എല്ലാം വീടി തന്നെ, എല്ലാം ചെടി തന്നെ, എല്ലാം പൂവ് തന്നെ. കലംപൊട്ടി. പക്ഷെ ഇതിൻ്റെ പഴുത്ത ഒരു സാധനം ഉണ്ട് കേട്ടോ, കഴിക്കാൻ നല്ലതാണ്. മുന്തിരി പോലെ ഇരിക്കും. അതിൽ വേറൊരെണ്ണം. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ഇതാണ് ഉപ്പന. നമ്മൾ ചെറുതില്ലേ പേനയുടെ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് വട്ടത്തിന് ഇങ്ങനെ ഇവിടെ കുഴിച്ചിട്ട് ഇതിനെടുത്ത് ഇളക്കി പൊട്ടായിട്ടിടും കുഞ്ഞിലേക്ക്. കലംപൊട്ടി ചിരിക്കുന്നുണ്ട്. കലംപൊട്ടി വട്ടാണെന്ന് വിചാരിക്കുമല്ലേ? വട്ടാണെന്ന് വിചാരിക്കും. ആ കലംപൊട്ടീൻ്റെ കാണ്ടാ നിൽക്കുന്നത്. പഴുത്ത് പൊട്ടി നിൽക്കുന്നു. പക്ഷെ അത് തിന്നാൻ കൊള്ളാമെന്ന്. ഇത് കൊള്ളാൻ തിന്നെ. കലംപൊട്ടിപ്പഴം ഇതാണ് കലംപൊട്ടിപ്പഴം. അയ്യോ എന്തൊരു മധുരം. എന്താ ഇതേ മഴ പെയ്ത് വെള്ളം കയറിയുണ്ടേ മധുരമൊക്കെ പോയി. എന്തെന്നാ ഇത് പൊട്ടാതെ നിൽക്കണം. ഇത് പൊട്ടാതെ ഇങ്ങനെ ഒരു ശകലമായിട്ട് നിൽക്കും. അപ്പോഴാണ് ഇത് നല്ല മധുരം. ഇതിപ്പോൾ മധുരമെല്ലാം പോയി. ആണ് കലംപൊട്ടിപ്പഴം. ചെടികളേ ഉള്ളൂ ഉണ്ടോ? ചെടികളേ ഉള്ളൂ. എവിടെ നോക്കിയാലും ചെടിയാണ്, പൂവാണ്. ഇതൊന്നും അല്ലാന്ന് പറഞ്ഞ് കളയാനൊന്നുമില്ല. ഉപ്പനച്ചത്തിൻ്റെ പൂവ്. ഇതുണ്ടോ? ഇതൊരു ശംഖുപുഷ്പമാണ്. കാട്ടു ശംഖുപുഷ്പം. കാട്ടുപയർ ഇല്ലേ ഇങ്ങോട്ട്. ഇത് കണ്ട കലംപൊട്ടി പൂത്ത് കിടക്കുന്നുണ്ട് പോലോ. ഇത് കണ്ട പൂവെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണെന്ന് വെച്ചാൽ ജീവനാണ്. കലംപൊട്ടി കണ്ട. കലം പൊട്ടിപ്പോയി. ഇതായില്ല. ഇതെന്താ അധികം കളഞ്ഞതാണ് തിന്നാൻ നല്ലത്. പൊട്ടിപ്പോയില്ല കേട്ടാ, പൊട്ടിപ്പോയില്ല കണ്ട. കണ്ട മുന്തിരിങ്ങ പോലെ രുചിക്കുന്നു. ഇത് മഴ പെയ്ത് പോയില്ല. മഷി ഉണ്ടോ? ഇതാണ് കലംപൊട്ടി. നല്ല മധുരമാണ്. എല്ലാവരും കണ്ട പറിച്ച് തിന്നും. നിങ്ങൾ വിചാരിക്കും വിഷമാണെന്ന്. വിഷമൊന്നുമല്ല കേട്ടോ. അത് ലിപ്റ്റിക്കിന് കൊള്ളാം കേട്ടോ.
മതി മതി. ആ ഞാൻ മറ്റു കിളികളെ തിന്നോണ്ട് പോട്ടു. 2 പട്ടിക്കുഞ്ഞ് കിടന്നായിരുന്നു, കണ്ടില്ല. എന്നാ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. കണ്ട പൊന്മുടി അങ്ങ് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ദിവസം കോളേജിൻ്റെ അവിടെ, എക്പാസ് കോളേജിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നാണ് ചില ദിവസമൊക്കെ ബസ്സിൽ പോകുന്നത്. അപ്പോഴാ സമയം ഞാൻ കാണിക്കാം കേട്ടോ. ടാറ്റാ. ആ പൂവുകൾ ഈ പൂവിൽ വെച്ചിട്ട് അവസാനിപ്പിക്കും.